ഹായ് ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് HSA സോഷ്യൽ സയൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ 2016 കഴിഞ്ഞ രണ്ട് വീഡിയോ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇംഗ്ലീഷിലായിരുന്നു. ഇനി 21 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം 21. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. ചരിത്രത്തിന് ഈ നിർവചനം നൽകിയ പണ്ഡിതനാര്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വിൽ ഡ്യൂറൻറ്റ്. ഓപ്ഷൻ ബി വിൽ ഡ്യൂറൻറ്റ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്, ഹിസ്റ്റോറിയനാണ്, അതുപോലെ ഒരു ഫിലോസഫറും കൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം 22. ഈജിപ്തിനെ ഹിസ്കോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ. ഈജിപ്തിനെ ഹിസ്കോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അഹ്മോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 23. തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെട്ട ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലോത്തൽ. ഓപ്ഷൻ ഡി ലോത്തൽ. ഇതിൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഇതിൻ്റെ എക്സ്കവേഷൻ നടന്നത് 1955 മുതൽ 1960 വരെയുള്ള സമയത്താണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 24. BC 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത ആര്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഒക്ടോവിയൻ. ഓപ്ഷൻ ബി ഒക്ടോവിയൻ. റോമൻ റിപ്പബ്ലിക്കിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 509 മുതൽ BC 27 വരെയുള്ള കാലഘട്ടമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 25. നവോത്ഥാന സാഹിത്യത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിക്കപ്പെട്ട ഇറ്റാലിയൻ കവി. നവോത്ഥാന സാഹിത്യത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിക്കപ്പെട്ട ഇറ്റാലിയൻ കവി. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡാൻറ്റെ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 26. പ്രതി മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്ഥാപനം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സൊസൈറ്റി ഓഫ് ജീസസ്. സൊസൈറ്റി ഓഫ് ജീസസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 27. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പരാജയം കുറിച്ച വാട്ടർലൂ യുദ്ധം നടന്ന വർഷം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1815. 1815 ജൂൺ 18-നാണ് ഈ യുദ്ധം നടന്നത്. ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ പോരാട്ടമായിരുന്നു ഈ യുദ്ധം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റായിട്ട് നിന്ന ആംഗ്ലോ അലൈഡ് ആർമി ഓർ വില്ലിംഗ്ടൺ ആർമി എന്ന് പറയുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന രണ്ട് വ്യക്തികളാണ് ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടണും വോൺ ബ്ലച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28. സ്പിന്നിംഗ് മൂൾ കണ്ടുപിടിച്ചത് ആര്? സ്പിന്നിംഗ് മൂൾ കണ്ടുപിടിച്ചത് ആര്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സാമുവൽ ക്രോപ്റ്റൺ. ഓപ്ഷൻ ബി സാമുവൽ ക്രോപ്റ്റൺ. ഇദ്ദേഹം 1779 കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29. ഏത് സന്ധിയിൽ ഒപ്പുവെച്ചാണ് റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബ്രസ്റ്റ് ലിസ്റ്റോസ്ക്. ബ്രസ്റ്റ് ലിസ്റ്റോസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളമായ പേൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയതെന്ന്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ആൻസർ എന്ന് പറയുന്നത് ഡിസംബർ 7 1941. ഡിസംബർ 7 1941. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.